ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകം അർജുന വിഷാദയോഗം വെറുമൊരു ചരിത്രപരമായ ചോദ്യമല്ല. അതിന് വളരെ ആഴമേറിയ ഒരു ആത്മീയ തലമുണ്ട്. ആദ്യം നമുക്ക് ശ്ലോകവും അതിന്റെ ലളിതമായ അർത്ഥവും നോക്കാം. അതിനുശേഷം അതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക്, ഡീപ് മീനിങ്, കടക്കാം. ശ്ലോകമാന്റെ ലളിതമായ അർത്ഥം: ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അർത്ഥം: ധൃതരാഷ്ട്രർ ചോദിച്ചു, ഹേ സഞ്ജയ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ ഒത്തുകൂടിയ എന്റെ മക്കളും കൗരവരും പാണ്ഡുവിന്റെ മക്കളും പാണ്ഡവരും എന്താണ് ചെയ്തത്? ശ്ലോകത്തിന്റെ ആഴമേറിയ തത്വചിന്ത, ഡീപ് മീനിങ്. ബാഹ്യമായി ഇതൊരു രാജാവ് തന്റെ സെക്രട്ടറിയോട് യുദ്ധക്കളത്തിലെ വിശേഷങ്ങൾ ചോദിക്കുന്നതായി തോന്നാം. എന്നാൽ ഇതിലെ ഓരോ വാക്കിനും നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട വലിയൊരു അർത്ഥമുണ്ട്. 1. ശരീരവും മനസ്സും എന്ന യുദ്ധക്കളം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. കുരുക്ഷേത്രം നമ്മൾ ജീവിക്കുന്ന ഈ ലോകവും നമ്മുടെ ശരീരവുമാണ് കുരുക്ഷേത്രം. കുരു എന്നാൽ ചെയ്യുക എന്നർത്ഥം. കർമ്മങ്ങൾ ചെയ്യുന്ന ഇടമാണ് കുരുക്ഷേത്രം. ധർമ്മക്ഷേത്രം ഇതേ ശരീരം തന്നെയാണ് ധർമ്മക്ഷേത്രവും. കാരണം ഇതിലൂടെയാണ് നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടതും ധർമ്മം പ്രവർത്തിക്കേണ്ടതും. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല ചിന്തകളും ചീത്ത ചിന്തകളും തമ്മിൽ പോരാടുന്ന ഒരു യുദ്ധക്കളമാണ്. 2. അജ്ഞതയുടെ പ്രതീകമായ ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനായിരുന്നു. ആത്മീയമായി പറഞ്ഞാൽ അത് അജ്ഞതയുടെ, ഇഗ്നറൻസ്, അജ്ഞാന പ്രതീകമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത, മോഹങ്ങളിൽ അന്ധനായ മനുഷ്യന്റെ മനസ്സാണത്. തന്റെ മക്കൾ തെറ്റ് ചെയ്തിട്ടും അവരോടുള്ള അമിതമായ അറ്റാച്ച്മെന്റ്, മോഹം കാരണം അദ്ദേഹം അവരെ തിരുത്തിയില്ല. 3. എന്റേത് എന്ന വേർതിരിവ്. മാമക പാണ്ഡവാശ്ചൈവ. ധൃതരാഷ്ട്രർ ചോദിക്കുന്നത് എന്റെ മക്കളും പാണ്ഡവരും എന്നാണ്. അവരെല്ലാവരും ഒരേ കുടുംബത്തിലെ കുട്ടികളായിട്ടും അദ്ദേഹം എന്റേത്, മൈൻ, അവരുടേത്, തിയസ് എന്ന് വേർതിരിച്ചു കണ്ടു. മാമക കൗരവർ. നമ്മുടെ മനസ്സിലെ അസുരഗുണങ്ങളാണ് ഇവർ. അഹങ്കാരം, കാമം, ക്രോധം, സ്വാർത്ഥത. പാണ്ഡവർ നമ്മുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങളാണ് ഇവർ. സത്യം, ധർമ്മം, കരുണ, വിവേകം. അജ്ഞതയിലായ മനുഷ്യൻ എപ്പോഴും തന്റെ ഉള്ളിലെ തിന്മകളെ, മോശം ശീലങ്ങളെ എന്റേത് എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കും. 4. സഞ്ജയൻ എന്ന വിവേകം. സഞ്ജയൻ എന്നാൽ ഭയത്തെയോ പക്ഷപാതത്തെയോ പൂർണ്ണമായി ജയിച്ചവൻ എന്നാണ് അർത്ഥം. ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലെങ്കിലും സഞ്ജയന് ദിവ്യദൃഷ്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലെ വിവേകമാണ് ഇന്റലക്ട്, കോൺഷ്യൻസ്. സഞ്ജയൻ മനസ്സ് അന്ധമാകുമ്പോഴും ഉള്ളിലെ വിവേകത്തിന് ശരിയും തെറ്റും കൃത്യമായി കാണിച്ചു തരാൻ കഴിയും. ചുരുക്കത്തിൽ, ടേക്ക് അവേ, ഗീതയുടെ ഈ ആദ്യ ശ്ലോകം നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ ഉള്ളിലെ കുരുക്ഷേത്രത്തിൽ, മനസ്സിൽ അജ്ഞതയും സ്വാർത്ഥതയും നിറഞ്ഞ ചിന്തകളും, കൗരവർ നന്മയും ധർമ്മവും നിറഞ്ഞ ചിന്തകളും, പാണ്ഡവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ വിവേകം, സഞ്ജയൻ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?